ഹലോ നമസ്കാരം, വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. അമേസിങ് സെറ്റിംഗ് ആണ് കേട്ടോ. വെറുതെ ഒരു ലൊക്കേഷൻ തപ്പി നടന്നപ്പോൾ പിന്നാലെ എത്ര വലിയൊരു ഷിപ്പ് കണ്ടെയ്നറും ഇങ്ങനത്തെ ഒരു അടിപൊളി ലൊക്കേഷൻ കിട്ടി. സോ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. സോ നമ്മൾ ദുബായിലാണുള്ളത്. ദുബായിൽ വന്നിട്ട് ആക്ച്വലി ഫസ്റ്റ് ഡ്രൈവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംജിയുടെ ഒരു അടിപൊളി ഫാമിലി SUV, അതായത് MG1 എന്ന് പറയുന്ന ഒരു ഫാമിലി SUV ആണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്പോർട്ടി ലുക്കൊക്കെ ഉണ്ട്, ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. സോ MG1ന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. MG1ന്റെ കംപ്ലീറ്റ് ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒരു പ്രോപ്പർ റിവ്യൂ ആയിരിക്കും ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. ഇത് എൻ്റെ പേഴ്സണൽ ചാനലാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പിറ്റ് സ്റ്റോപ്പ് വീക്ക്ലി ചെക്ക് ചെയ്താൽ മതി, അതിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് MG1ന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. സോ നമുക്ക് MG1ന്റെ എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊന്ന് ഫസ്റ്റ് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റിമോട്ട് ഒന്ന് കാണിച്ചു തന്നോട്ടെ. ഇത് കണ്ടില്ലേ, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കീ ആണ് MG1ന്റെ. ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്, ബൂട്ട് ഓപ്പൺ, അതുപോലെ തന്നെ അലാം, അതുപോലെ തന്നെ ഇതിൽ ഒരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, വെഹിക്കിൾ ഓൺ ആയി കഴിഞ്ഞു. സോ നമുക്ക് ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ കാസിൽ, ദുബായിൽ അല്ലെങ്കിൽ എബ്രോഡിലുള്ള മോസ്റ്റ് ഓഫ് ദ കാസിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്, റിമോട്ട് സ്റ്റാർട്ടിങ്. സോ റിമോട്ട് സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കൂളായിട്ട് നമ്മൾ വെഹിക്കിളിലോട്ട് കയറുമ്പോഴത്തേക്കും അത്യാവശ്യം കൂളായിട്ടിരിക്കും. സോ നമുക്ക് ജസ്റ്റ് വെഹിക്കിൾ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ജസ്റ്റ് ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ആർക്കിടെക്ചർ ഇതിൻ്റെ കുറച്ച് സ്പെഷ്യലാണ് MGയുടെ ഈ ഒരു ആർക്കിടെക്ചർ. കാരണം ഈ ഒരു ആർക്കിടെക്ചറിൽ നമുക്ക് എന്താ പറയുക, ഐസ് എൻജിൻസിൽ ഓടിക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു പെട്രോളാണ്, നോർമൽ 1.5 ലിറ്റർ ടർബോ പെട്രോൾ. ഇതല്ലാതെ ഇത് നമുക്ക് ഇലക്ട്രിക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് ആർക്കിടെക്ചറിനും സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറിലാണ് MGയുടെ 1 വരുന്നത് കേട്ടോ. സോ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സെയ്ക്ക് ഇൻ്റലിജൻറ്റ് ഗ്ലോബൽ മോഡുലാർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫോമിൽ അവർ വിളിക്കുന്നത് സിഗ്മ എന്നാണ് കേട്ടോ. സിഗ്മയിൽ ഹൈബ്രിഡ്സ് പറ്റും, പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് പറ്റും, ഇലക്ട്രിക് വെഹിക്കിൾസ് പറ്റും, അതുപോലെ തന്നെ ഐസ് എൻജിൻസും പറ്റും. സോ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട്, അതായത് MG ZS EV എടുത്തിട്ട് കുറച്ചുകൂടെ പ്രോപ്പർ സ്റ്റൈലിഷ് ആക്കി കഴിഞ്ഞാൽ, ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പോർട്ടി ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിൾ കേട്ടോ, MGയുടെ 1 എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ആക്ച്വലി പ്രൊപ്പോർഷൻസിൽ ബിഗർ ആണെന്ന് നമുക്ക് ഫിസിക്കലി നമുക്ക് തോന്നും. പക്ഷേ ഒരു ആവറേജ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു കാറാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സിറ്റിക്കകത്ത് ഓടിക്കാൻ പറ്റിയ ഒരു വെഹിക്കിളാണ് MGയുടെ 1 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഗ്രില്ല് തന്നെ അത്യാവശ്യം വലിയൊരു ഗ്രില്ലാണ്. അത് തന്നെ ഒരു ട്വിൻ ഡിസൈൻ ഉള്ള പോലത്തെ ഗ്രില്ലാണ്. നമുക്ക് സെൻറ്ററിൽ തന്നെ MG ലോഗോൻ്റെ മുകളിലായിട്ട് വലിയൊരു MG ലോഗോ, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാമറ കാണാൻ പറ്റും. 360 ഡിഗ്രി ക്യാമറ എക്യുപ്ഡ് ആയിട്ടാണ് വരുന്നത്. താഴെ തന്നെ നമുക്കൊരു റഡാറും കാണാൻ പറ്റും. കണ്ടില്ലേ, സോ ആസ് യൂഷ്വൽ നമ്മൾ ബാക്കിയുള്ള MG കാർസിൽ വരുന്ന സെയിം പൊസിഷനിലാണ് റഡാറും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് സെറ്റപ്പാണ് അടിപൊളി. ഓൾ LED ഹെഡ് ലാമ്പ്സ് ആണ്. അതിൻ്റെ DRLs കണ്ടില്ലേ, ഒരു 3 സ്ട്രിപ്പായിട്ടാണ് ഇതിൻ്റെ DRLs വരുന്നത്. നമുക്ക് എല്ലാ ഭാഗത്തും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പോർട്ടി ലുക്കിന് വേണ്ടി. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു അലോയ് വീൽസ് ആണ്. ഈ ഒരു അലോയ് വീൽസ് എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. യൂഷ്വലി കോണ്ടിനെൻ്റൽ ടയേഴ്സ് MGയുടെ കാസിൽ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കിവിടെ 225 സെക്ഷൻ 50R 19 ഇഞ്ച് വീൽസാണ് വരുന്നത്. കണ്ടില്ലേ, 19 ഇഞ്ച് വീൽസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ അലോയ് വീൽസ് ആണ്. വെഹിക്കിളിൻ്റെ ഒരു സൈസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു അലോയ് വീലാണ്. അല്ലാതെ എന്താ പറയുക, അപ്സൈസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമെന്ന് പറയുന്ന ഒരു കമൻറ്റും എനിക്ക് പറയാനില്ല. സോ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കൂപ്പേ ടൈപ്പ് ഓഫ് ഡിസൈനാണ് നമുക്ക് MG1ന് വരുന്നത്. സോ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സൂപ്പർബായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ എടുത്ത് പറയണം. ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഈ അലോയ് വീൽസ് ആണ് കേട്ടോ. അടിപൊളി അലോയ് വീൽസ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. അതുപോലെ തന്നെ ഈ കളർ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ നമുക്കിത് ഇവിടെ ഈ ഒരു ബാക്ക് ക്വാർട്ടർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷും റൂഫും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. റൂഫ് നമുക്ക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പോയിലർ സെറ്റപ്പാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതൊരു പ്രോപ്പർ പക്ക സ്പോയിലർ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സ്റ്റൈലിഷ് ആണ് കേട്ടോ കാണാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കണ്ടില്ലേ, ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും, ഒരു കൂപ്പേ ലൈക്ക് ഓഫ് ഡിസൈനും അതുപോലെ തന്നെ എന്താ പറയുക, സ്പോയിലർ സെറ്റപ്പും കൂടി ആകുമ്പോൾ ഭയങ്കര സ്പോർട്ടി ആയിട്ടുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇനി ഇതിൻ്റെ റിയർ എൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ
ഈവൻ മോർ സ്റ്റൈലിഷ് എന്ന് തന്നെ എടുത്ത് പറയണം. കണ്ടില്ലേ ടെയിൽ ലൈറ്റ്സ് എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഇത് ഇവിടെ നമുക്കൊരു MGയുടെ 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. MG ലോഗോ നമുക്ക് ഇത് എവിടെയാണ് വരുന്നത്, വേറെ ഒന്നുമില്ല, MGയുടെ ലോഗോ ആസ് വെൽ ആസ് ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം സൂപ്പർബായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഡിഫ്യൂസർ സെറ്റപ്പും അതുപോലെ തന്നെ എന്താ പറയുക എക്സോസ്റ്റ് പൈപ്പ് നിൽക്കുന്നത് പോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് വരുന്നത്. ഡ്യുവൽ എക്സോസ്റ്റും ക്വാഡ് എക്സോസ്റ്റ് പൈപ്പ് വരുന്ന പോലത്തെ ഉള്ളൊരു ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അടിപൊളി ഒരു വെഹിക്കിളാണ്. നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, റിയർ ക്യാമറ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതാണ് MG1-ൻ്റെ ഒരു ഡിസൈൻ എലമെൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫാമിലി എവറി ഡേ യൂസബിൾ SUV ആണ്. ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ് എന്ന് തന്നെ പറയണം. അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് കേട്ടോ MG1-ന്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണാം. സോ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു കേർവ്ഡ് സ്ക്രീനാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ലേ, സോ കേർവ്ഡ് സ്ക്രീനാണ്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് മാറ്റിയിട്ടോട്ടെ, സൺലൈറ്റ് കാരണം നമുക്ക് വിസിബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. 1 സെക്കൻഡ്. 360 ഡിഗ്രി ക്യാമറ കണ്ടില്ലേ. ഇങ്ങനെയുള്ള ടൈറ്റ് സിറ്റുവേഷൻസിൽ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ 360 ഡിഗ്രി ക്യാമറ കേട്ടോ, എസ്പെഷ്യലി ഇവിടുത്തെ ഒരു പാർക്കിംഗ് സെറ്റപ്പിന്. കണ്ടില്ലേ, സോ അടിപൊളി 360 ഡിഗ്രി ക്യാമറ സെറ്റപ്പാണ്. കേർവ്ഡ് സ്ക്രീനാണ് വരുന്നത്. കേർവ്ഡ് സ്ക്രീനിന് മാത്രമല്ല 3 സ്ക്രീൻസാണ് വരുന്നത്. ഈ ഒരു പോർഷൻ ഒരു സ്ക്രീൻ, അതായത് നമ്മളുടെ സൈഡ് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ ഒരു ചെറിയൊരു സ്ക്വയർ സ്ക്രീനിലാണ് വരുന്നത്. അതുപോലെ തന്നെ 12.3 ഇഞ്ച് വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സൂപ്പർബായിട്ട് അഡാസിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വരുന്ന ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീന്. ഈ ഒരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് അല്ല വരുന്നത്. വയർലെസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പക്ക SUV ടെക് ലോഡഡ് ആണെന്ന് പറയായിരുന്നു. ഇതിപ്പോൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇല്ലാത്തത് മാത്രമാണ് ചെറിയൊരു ഇറിറ്റേഷൻ. ബാക്കി ഈ സ്ക്രീനിൽ നമുക്ക് വേറെ കൂടുതൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ, വീഡിയോ നമുക്ക് ഇതിൽ തന്നെ എന്താ പറയുക കാണാനായിട്ട് പറ്റും. വണ്ടി പാർക്ക് മോഡിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫോൺ സെറ്റപ്പ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വെഹിക്കിൾ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ MG പൈലറ്റ്, ഓട്ടോ പൈലറ്റ് അസിസ്റ്റിൽ നമുക്ക് ഇത്രയും അഡാസ് ഫീച്ചേഴ്സാണ് വരുന്നത്. ആസ് യൂഷ്വൽ വരുന്ന പോലെ തന്നെ ഡോർ ഓപ്പൺ അലേർട്ട്, റിയർ ഡ്രൈവിംഗ് അസിസ്റ്റ് സിസ്റ്റം, ലെയിൻ അസിസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലെയിൻ ചേഞ്ച് അസിസ്റ്റ് എന്നീ പറയുന്ന ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മളുടെ MG ഓട്ടോ പൈലറ്റിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരുപാട് കളേഴ്സിലുള്ള ആംബിയൻ ലൈറ്റിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ എന്നാലും അടിപൊളി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇതിൽ നമുക്ക് ഈ ഫോളോ മീ ഹോം എന്ന് പറഞ്ഞ ഹെഡ്ലൈറ്റ് ഓണായി കിടക്കുന്ന ഓപ്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻസ്. ഡ്രൈവ് മോഡ്സ് നമുക്ക് നോർമലും സൂപ്പർ സ്പോർട്ട് എന്ന് പറയുന്ന 2 ഡ്രൈവ് മോഡ്സ് ആണ് ഉള്ളത് കേട്ടോ. സോ ഇതാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൽ വരുന്ന അത്യാവശ്യത്തിൽ കൂടുതൽ വരുന്ന ഫീച്ചേഴ്സ്. സോ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഒരു കേർവി ആയിട്ട് ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡ്രൈവ് ബൈ വയർ സിസ്റ്റം വരുന്ന ഒരു ഗിയർ ലിവറാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു 1 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ വരുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സും അത്യാവശ്യം വലിയൊരു നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡൗൺ ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്. ഓട്ടോ എന്താ പറയുക ഇഗ്നിഷൻ ഓൺ ഓഫ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, റിവേഴ്സ് ന്യൂട്രൽ, ഡ്രൈവ് സ്പോർട്ട് മോഡ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഈ ഒരു കേർവ്ഡ് സ്ക്രീനുമാണ് MG1-നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, ഒരു പ്രോപ്പർ മോഡേൺ ലുക്കിംഗ് സ്റ്റിയറിംഗ് വീലാണ് എന്ന് പറയണം. വളരെ കംഫർട്ടബിൾ ആണ്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. സോ അൾട്രാ കംഫർട്ടബിൾ ആണ്. ഫ്രണ്ടിൽ അത്യാവശ്യം അടിപൊളി സ്പേസ് വരുന്നുണ്ട്. ലെതർ സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുന്ന ഒരു ഫീൽ കിട്ടും. അത്യാവശ്യത്തിൽ കൂടുതൽ കംഫർട്ട് വരുന്ന ലെതർ സീറ്റ്സ് ആണ്, ഇലക്ട്രിക് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിയർ വ്യൂ മിറർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പനോറമിക് സൺറൂഫ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ലോഡഡ് ആണ് MG1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് ഒരു ഫസ്റ്റ് റോൻ്റെ ഒരു ഫീഡ്ബാക്ക് കേട്ടോ. സോ ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്
ആക്ച്വലി 6 ഫൂട്ട് ഹൈറ്റ് വരുന്ന എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഫ്രണ്ട് സീറ്റ്സും മാക്സിമം പുറകിലോട്ടാണ് വെച്ചിട്ടുള്ളത്, എൻ്റെ ഒരു കോൺഫിഗറേഷനിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആംപിൾ എമൗണ്ട് ഓഫ് ലെഗ് റൂം ഉണ്ട് എന്ന് പറയണം. അത് മാത്രമല്ല 3 ആൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഫ്ലാറ്റ് ഫ്ലോർ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് പുറകിലൊരു USB ചാർജറും വരുന്നുണ്ട്. AC വെന്റ്സിന്റെ താഴെയായിട്ട് നമുക്ക് ചെറിയൊരു കമ്പാർട്ട്മെന്റും കൂടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഇവിടെ സീറ്റ് ബാക്ക് പോക്കറ്റ്സ് മാത്രമല്ലാതെ സീറ്റ് ബാക്ക് പോക്കറ്റ്സിന്റെ മുകളിലായിട്ട് നമുക്ക് 2 ചെറിയൊരു മൊബൈൽ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ പോക്കറ്റ്സും കൂടെ വരുന്നുണ്ട്. അതായത് പ്രാക്ടിക്കാലിറ്റിയും കൺവീനിയൻസും ഒരു ഫാമിലിയുടെ എല്ലാ ആവശ്യങ്ങളും നോക്കിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ എടുത്ത് പറയണം. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി ഈ ഒരു പനോരമിക് സൺറൂഫും കൂടെ ഉള്ളത് കാരണം നമുക്ക് കുറച്ച് എയറിനെസ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ആവും. അത്യാവശ്യം നമുക്ക് കൂടുതൽ ലൈറ്റും ഉള്ളിലോട്ട് വരുന്നുണ്ട്. സോ ഇതാണ് MG1ന്റെ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ്. സോ നമുക്ക് MGയുടെ 1 ഒന്ന് ഓടിച്ചു നോക്കാം. സോ ഇതിൽ വരുന്നത് നമുക്കൊരു 1.5 ലിറ്റർ അമേസിങ് ക്യാമറ സെറ്റപ്പ് ആണ് കേട്ടോ. അത് എടുത്ത് പറയുന്ന വേണം, കാരണം ഈ ഒരു ക്യാമറ വളരെ കൺവീനിയന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാരിറ്റിയും എടുത്ത് പറയണം. കാരണം എസ്പെഷ്യലി നമ്മളിപ്പോൾ പുറത്തൊക്കെ വന്ന് ഓടിക്കുമ്പോൾ ചെറിയ സ്ക്രാച്ച് പോലും നമ്മൾ പാർക്കിങ്ങിലൊന്നും പറ്റരുത് വെഹിക്കിൾസിന്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അമേസിങ് ക്യാമറ സെറ്റപ്പാണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ MG ZS ഇവിടെ വേറെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. ഈവൻ അഡാസ് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ്, അതായത് സ്ക്രീനിൽ തന്നെ ഫ്രണ്ടിലുള്ള വെഹിക്കിൾസ്, റൈറ്റ് സൈഡ് ലൈനിലുള്ള വെഹിക്കിൾ, ലെഫ്റ്റ് ലൈനിലുള്ള വെഹിക്കിൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിൽ വരുന്ന എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. എഞ്ചിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലിറ്റർ ടർബോ പെട്രോൾ, അതുപോലെ തന്നെ 181 bhp ഓഫ് മാക്സിമം പവർ, 181 bhp ഓഫ് മാക്സിമം പവറും 281 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കോ വരുന്നത്. മേറ്റഡ് ടു 7 സ്പീഡ് CVT ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പ്രോപ്പർ റെസ്പോൺസീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് CVTക്ക് നമുക്ക് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ പൊതുവെ ഉണ്ടാവും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ടർബോ പെട്രോൾ, ഈ ഒരു MGയുടെ ഒരു എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി സർപ്രൈസിംഗ്ലി ഗുഡാണ് എന്ന് തന്നെ പറയണം. കാരണം വളരെ കംഫർട്ടബിൾ ആണ്. ഒരു രീതിക്കുള്ള ഒരു ബുദ്ധിമുട്ടുകളും ആക്ച്വലി തോന്നുന്നില്ല. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പോലും എനിക്ക് ആക്ച്വലി നോർമൽ മോഡിലിട്ട് ഓടിക്കുമ്പോൾ പോലും കേട്ടോ, സൂപ്പർ സ്പോർട്ട് ഒന്നും ഞാൻ ഇട്ടിട്ട് പോലും ഇല്ല. സോ നോർമൽ മോഡിലിട്ട് ഓടിക്കുമ്പോൾ പോലും എനിക്ക് ഒരു ലാഗോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ തോന്നുന്നില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, അടിപൊളിയായിട്ടുള്ള ഒരു എഞ്ചിനും ഗിയർ ബോക്സ് കോമ്പിനേഷനും ആണ് നമുക്ക് MG1ൽ വരുന്നത് എന്ന് എടുത്ത് പറയണം. സോ ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ച വെഹിക്കിൾ ഓടിക്കുകയാണ്. വളരെ ഈസി ആയിട്ട്, അതായത് സിറ്റി ഡ്രൈവിംഗിൽ MGയുടെ വേറൊരു T60 എന്ന് പറഞ്ഞൊരു പിക്കപ്പ് ട്രക്ക് ഉണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാണ് ഓടിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഈസിയാണ്. T60 പിക്കപ്പ് ട്രക്കുമായിട്ട് വേറൊരു ഡ്രൈവ് പോകാന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ചെയ്യായിരുന്നു. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ആക്സലറേഷൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ആ ഒരു ഇനീഷ്യലിൽ CVTയുടെ ഒരു ലാഗ് പോലെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും ആക്ച്വലി വെഹിക്കിള് അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ദുബായിൽ ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ കാർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പിലായിരിക്കും, CVT ആയിരിക്കും. സോ അതിന്റെ ഒരു എന്താ പറയുക, ഇനീഷ്യൽ ലാഗ് ഉണ്ടാവും. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി SUV ആണ്. എസ്പെഷ്യലി ഒരു പ്രോപ്പർ 5 സീറ്റർ ആണ്. അതുപോലെ തന്നെ ആംപിൾ എമൗണ്ട് ഓഫ് പവർ ഉണ്ട് എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്ന് സൂപ്പർ സ്പോർട്ട് മോഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, അത്യാവശ്യത്തിൽ കൂടുതൽ പവർ വരുന്നുണ്ട്. ആംപിൾ എമൗണ്ട് ഓഫ് പവർ ടു ഡ്രൈവ് ഇൻസൈഡ് ദി സിറ്റി ആൻഡ് ഔട്ട് ഓൺ ദ ഹൈവേസ് എസ്പെഷ്യലി. സോ 195 കിലോമീറ്റർ ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 200 കിലോമീറ്റർ പെർ അവറുടെ എന്താ പറയുക റേഞ്ചിലോട്ട് എത്തുന്ന ഒരു ടോപ്പ് സ്പീഡും, ആ ഒരു സ്പീഡിലൊന്നും ഇവിടെ ആർക്കും ഓടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ആവറേജ് ഒരു 150-ലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ 140-ലൊക്കെ. ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, കംഫർട്ടബിൾ ആയിട്ട് ഇതിന്റെ ഒരു ക്രൂസിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 അല്ലെങ്കിൽ 110, 120 ആണ്. കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ഇവിടുത്തെ റോഡിന്റെ കോമ്പിനേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ ഇത് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആക്ച്വലി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വെഹിക്കിൾസ് ഉണ്ടാവുള്ളൂ എല്ലാ രീതിക്കും. ടെക് ലോഡഡും കുറച്ച് ഇറിറ്റേറ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ വരുന്നില്ല, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നില്ല. സോ അതൊക്കെയാണ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡിസ്കംഫർട്ടോ കാര്യങ്ങളോ തരാത്ത ഒരു വെഹിക്കിൾ തന്നെയാണ്
MG-യുടെ 1 എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. സിഗ്മ പ്ലാറ്റ്ഫോം എന്ന് പറയും. സിഗ്മ ആർക്കിടെക്ചറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ്സും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും, പ്ലഗ് ഇൻ ഹൈബ്രിഡ്സും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഇലക്ട്രിക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പൊ ഈ വരുന്ന നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഐസ് എൻജിൻസ് ഇത് ഓൾറെഡി കേപ്പബിൾ ആണ്. സോ ഏത് മറ്റേ എൻജിൻ പ്ലാറ്റ്ഫോം വേണമെങ്കിലും നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സിഗ്മ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി എനിക്ക് വേറെ ഡ്രൈവിംഗ് ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ല. അഡാസ് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അഡാസ്. സോ അടിപൊളി അഡാസ് സിസ്റ്റം വർക്ക് ആവുന്നുണ്ട്. ആംപിൾ എമൗണ്ട് ഓഫ് പവർ വരുന്നുണ്ട്. ഒരു അടിപൊളി ക്രൂസിംഗ് സ്പീഡോട് കൂടിയിട്ട് വരുന്ന ഒരു സൂപ്പർബ് ഫാമിലി SUV ആണ് എൻ്റെ എക്സ്പീരിയൻസിൽ, ഒരു ഡ്രൈവ് എക്സ്പീരിയൻസിൽ. സോ MG1ന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫീച്ചർ ലോഡഡ് ഫാമിലി SUV ആണ് എന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം പവർ വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 5 സീറ്റർ ആണ് എന്ന് തന്നെ പറയണം. ടെക് ലോഡഡ് ആണ്. കാരണം ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്, ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ഇതാണെന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇഷ്ടപ്പെടാതെ പോയത്. കാരണം ഈ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കൊടുക്കാമായിരുന്നു. കാരണം അതൊരു സംഭവം ഇറിറ്റേറ്റിംഗ് ആണ്, വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ ഒന്നും ഇല്ലാത്തത്. പിന്നെ അമേസിങ് പെയിന്റ് ജോബ് ആണ്. ഇതൊരു സ്പെഷ്യൽ കളറാണ് കേട്ടോ MG1. വേറെയുള്ള കളേഴ്സൊക്കെ ഒരു നോർമൽ കളേഴ്സാണ്, നമ്മൾ ഓൾറെഡി യൂഷ്വലി കണ്ടിട്ടുള്ള കളേഴ്സ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഒരു ബ്ലൂ കളറാണ്. ഭയങ്കര എടുത്തു കാണിക്കുന്ന ഒരു ബ്ലൂ കളറാണ്. സോ സ്പോർട്ടി ആയിട്ട് ഉള്ള ഒരു ഡിസൈനും എല്ലാ ഒരു പ്രൊപ്പോർഷൻസും, ഒരു സൂപ്പർബായിട്ടുള്ള എഞ്ചിനും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനും അടിപൊളി ഇൻറ്റീരിയേഴ്സുമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു MG ആണ് MG-യുടെ 1 എന്ന് പറയുന്ന ഈ ഒരു സ്മോൾ SUV, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏകദേശം ഒരു ZSUV-നെ പോലെയൊക്കെ തന്നെയാണ് കാണാൻ. പക്ഷേ ലോട്ട് മോർ മോഡേൺ, ലോട്ട് മോർ അഗ്രസീവ് എന്ന് തന്നെ പറയണം. കാരണം ഈ ഒരു പ്രൈസിന് ഇവിടെ നമുക്ക് ഇതിനേക്കാളും വലിയ വെഹിക്കിൾസ് ചിലപ്പോൾ കിട്ടാനുണ്ടാവും. പക്ഷേ എല്ലാം ഓൾഡ് സ്കൂൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിസാൻ്റെ ഏതെങ്കിലും SUVs അല്ലെങ്കിൽ വേറെയുള്ള ഒരു കമ്പാരിസൺ ഒക്കെ ചെയ്താലും ഇത്ര ടെക് ലോഡഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്ര ഇപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇതിൽ എന്താ പറയുക ലോഡഡ് ആയിട്ടാണ് MG തരുന്നത്. നമുക്ക് സാധാരണ MG-യുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം. MG എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ മാക്സിമം ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടായിരിക്കും ഒരു വെഹിക്കിളിനെ ലോഞ്ച് ചെയ്യുന്നത്. സോ അതേപോലെ ലോഡഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വെഹിക്കിളാണ് MG-യുടെ 1 എന്ന് പറയുന്നത്. സോ ഇതൊരു അത്യാവശ്യം ഒരു 1 വീക്കായിട്ട് ഞാൻ ഇതാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഡെയിലി ഡ്രൈവർ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 1 വീക്കായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഫാമിലി യൂസിനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ പേഴ്സണൽ യൂസിനാണെങ്കിലും ഡെയിലി ഡ്രൈവറായിട്ട് സിറ്റിക്കകത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു പോയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. ഈ വീഡിയോൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ പിറ്റ് സ്റ്റോപ്പ് വീക്ക്ലി കണ്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.